നമസ്കാരം, ഞാൻ സൂര്യവാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. കരുനീക്കത്തിന്റെ തിരക്കിൽ ഉത്തർപ്രദേശിൽ പിളർപ്പിലേക്ക് നീങ്ങുന്ന സമാജ്വാദി പാർട്ടിയിൽ രാഷ്ട്രീയ കരുനീക്കങ്ങൾ ശക്തം. പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട മുഖ്യമന്ത്രി അഖിലേഷ് യാദവും MLA-മാരുമായി കൂടിക്കാഴ്ച. അച്ഛൻ മുഖ്യനാകുന്നത് തടയാൻ രാജിവെച്ച് സർക്കാരിനെ മറിച്ചിടാനും മടിക്കാതെ അഖിലേഷ്. കലക്കവെള്ളത്തിൽ നിന്നും നേട്ടം കോരാൻ കണ്ണും നട്ട് BJP. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ സംസ്ഥാനത്ത് ഭരണരാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിച്ച നാടകീയ വഴിത്തിരിവ് സംഭവിച്ചത് ഇന്നലെ വൈകിട്ട്. മകനും മുഖ്യനുമായ അഖിലേഷിനെയും അദ്ദേഹത്തിന്റെ അടുപ്പക്കാരനായ രാംഗോപാൽ യാദവിനെയും പുറത്താക്കി മുലായത്തിന്റെ അപ്രതീക്ഷിത തന്ത്രം. മുലായവും സഹോദരൻ ശിവപാൽ യാദവും ഒരു പക്ഷത്തും അഖിലേഷും ബന്ധു രാംഗോപാൽ യാദവും മറുപക്ഷത്തുമായി സമാജ്വാദിയിൽ അരങ്ങേറുന്നത് രൂക്ഷമായ യാദവ യുദ്ധം. നിർണായക വേളയിലെ അനിശ്ചിതത്വം നേട്ടമാകുക BJPക്കും BSPക്കും. ഇരുകൂട്ടരും തിരക്കിട്ട തന്ത്രങ്ങളുടെ അണിയറയിൽ. അച്ഛനാര് മകനാര്? സമാജ്വാദി പാർട്ടിയിൽ മാസങ്ങൾക്ക് മുൻപേ തുടങ്ങിയ പിതൃപുത്ര യുദ്ധം ആന്റി ക്ലൈമാക്സിൽ കലാശിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടി സ്ഥാനാർത്ഥി പട്ടികയോടെ. അഖിലേഷ് പക്ഷത്തെ പൂർണ്ണമായും ഒഴിവാക്കി 325 പേരുടെ പട്ടികയുമായി മുലായവും അച്ഛനെ വെല്ലുവിളിച്ച് 235 പേരുടെ പട്ടിക പ്രഖ്യാപിച്ച് അഖിലേഷും. SP-യിൽ പൊട്ടിത്തെറിക്കിടയാക്കിയ ഇന്നലത്തെ സംഭവ വികാസങ്ങൾ. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായുള്ള സഖ്യത്തിന് കൂടിയാലോചനകൾ പുരോഗമിക്കുന്നതിനിടെ മുലായം എതിർപ്പ് പ്രകടിപ്പിച്ച സഖ്യശ്രമവുമായി മുന്നോട്ടു പോയ അഖിലേഷ് ഒടുവിൽ പാർട്ടിക്ക് പുറത്ത്. UP പിടിച്ചെടുക്കുക വഴി ജനം നോട്ട് നിരോധനത്തിനൊപ്പമെന്ന് വരുത്തി തീർക്കാൻ ലക്ഷ്യമിട്ട് BJP. സമാജ്വാദിയിലെ പിളർപ്പ് വഴി വോട്ട് വിഭജനം സംഭവിച്ചാൽ BJPക്ക് എന്നതുപോലെ തന്നെ നേട്ടം മായാവതിക്കും. മുസ്ലിം വോട്ടുകളിലെ ഭിന്നിപ്പിൽ പ്രതീക്ഷ വച്ച് BSP. പ്രക്ഷേപണത്തിലെ പ്രതീക്ഷ. നോട്ട് നിരോധനത്തിന്റെ തുടർ നടപടികളിൽ പ്രധാനമന്ത്രിയുടെ പ്രക്ഷേപണത്തിന് കാത്ത രാജ്യം. വരാനിരിക്കുന്നത് ഇളവുകളെന്നും കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളെന്നും അഭ്യൂഹം. ചെറുകിട കർഷകർക്കും വ്യാപാരികൾക്കും പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കും. അതിനിടെ ATM-ൽ നിന്നും പണം പിൻവലിക്കാനുള്ള പ്രതിദിന പരിധി 4500 രൂപയായി ഉയർത്തി റിസർവ് ബാങ്ക് ഉത്തരവ്. ഇളവ് നാളെ പ്രാബല്യത്തിൽ വരും. എന്നാൽ ബാങ്കിൽ നിന്നും ആഴ്ചയിൽ പിൻവലിക്കാവുന്ന പരമാവധി തുകയുടെ പരിധി 24,000 തുടരും. ATM വഴി കൂടുതൽ തുക പിൻവലിക്കാമെന്ന ഉത്തരവോടെ ബാങ്കുകൾ വീണ്ടും അങ്കലാപ്പിൽ. കറൻസി ക്ഷാമത്തിൽ ശ്വാസം മുട്ടുന്നതിനിടെ ആളുകൾ ATM-ൽ നിന്നും അധിക തുക പിൻവലിച്ചാൽ പ്രതിസന്ധി രൂക്ഷമാകും. അടുത്തയാഴ്ചത്തെ ശമ്പള ദിനങ്ങളും പ്രശ്നസങ്കീർണം. ഒറ്റപ്പെടലിന്റെ വിലാപം. ഗ്രൂപ്പ് യുദ്ധം കൊടുമ്പിരി കൊണ്ട കോൺഗ്രസിൽ തെല്ലുമയവില്ലാതെ ഉമ്മൻചാണ്ടി. DCC അധ്യക്ഷന്മാരുടെ നിയമനത്തിലും സംഘടനാ തിരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടു പോകുന്നതിലും കടുത്ത അതൃപ്തി. പാർട്ടിയിൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കാത്തതിനെ തുടർന്ന് നേതൃനിരയിൽ നിന്നും പിൻവലിയാനും തീരുമാനം. രമേശനും സുധീരനും ഒപ്പം പാർട്ടിയുടെ ചർച്ചകളിലും പങ്കെടുത്തിരുന്ന ഉമ്മൻചാണ്ടി സാധാരണ പ്രവർത്തകനായി ഒതുങ്ങിയേക്കും. മുൻ മുഖ്യമന്ത്രിയുടേത് കോൺഗ്രസിന് തന്റെ നേതൃത്വം ആവശ്യമില്ലെങ്കിൽ നേതാവായി തുടരാൻ താൽപര്യമില്ലെന്ന നിലപാട്. സംഘടനാ തിരഞ്ഞെടുപ്പ് എത്രയും വേഗം നടത്തണമെന്ന A ഗ്രൂപ്പ് ആവശ്യത്തിൽ ഹൈക്കമാൻഡ് തുടരുന്ന മൗനത്തിലും അതൃപ്തി. അതേസമയം പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം തുടരുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഗ്രൂപ്പ് യുദ്ധം മുന്നണിയുടെ തന്നെ പ്രതിച്ഛായ തകർക്കുന്ന സാഹചര്യത്തിൽ 3-ന് ചേരുന്ന UDF യോഗത്തിൽ നേതാക്കൾ സ്വീകരിക്കുക അനുനയതന്ത്രം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം കാണാം. നമസ്കാരം.